ധാർഷ്ട്യമെന്ന് പറയുന്ന, അഹങ്കാരമെന്ന് പറയുന്ന വികാരത്തിന് കയ്യും കാലും വയറും തലയും മുഖവും എല്ലാം വെച്ചാൽ അത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ സതീശനായിരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം ഓർക്കുന്നത് നല്ലതാണ്. കേരള രാഷ്ട്രീയത്തിൽ എന്തിനേറെ പറയുന്നു, തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പോലും ഏറെ ചർച്ച ചെയ്ത വാക്കാണ് ധാർഷ്ട്യം എന്നത്. ആർക്കാണ് കേരള രാഷ്ട്രീയത്തിൽ നേതാക്കളിൽ ധാർഷ്ട്യം കൂടുതൽ? അത് മറ്റാരുമല്ല പിണറായി വിജയനാണ് എന്ന പൊതുബോധം ഇവിടെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ മാധ്യമങ്ങൾ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനെ പരമാവധി ഉയർത്തിക്കാണിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിയമസഭയിൽ ആർക്കാണ് ധാർഷ്ട്യം എന്ന ചർച്ച വരുന്നു. ആ ധാർഷ്ട്യം പ്രതിപക്ഷ നേതാവിനാണ് എന്നാണ് ഭരണപക്ഷ MLA-മാരും മന്ത്രിമാരും ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ VD സതീശനെ കടന്നാക്രമിക്കുകയായിരുന്നു. VD സതീശനെ കുറിച്ച് പറഞ്ഞ വാക്കുണ്ട്, ധാർഷ്ട്യത്തിന് കയ്യും കാലും മുഖവും തലയും വെച്ച ആളാണ് VD സതീശൻ എന്നാണ്. ആ വാക്കുകളാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത്. ഇന്ന് മന്ത്രി MP രാജേഷും സമാനമായ പ്രതികരണം തന്നെ നടത്തി സഭയിൽ. ധാർഷ്ട്യത്തിന്റെ ആൾരൂപമായി മാറുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നും. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി സാന്നിധ്യത്തിൽ പറയണമെന്നാണ് ആഗ്രഹിച്ചത്. അദ്ദേഹം ഇവിടെ ഇല്ല. സർ, അങ്ങ് ഇന്നലെ ആരോഗ്യകരമായിട്ടുള്ള ജനാധിപത്യത്തിൽ സംവാദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അങ്ങിവിടെ ഈ സഭയിൽ പറയുകയുണ്ടായി. ഒപ്പം ആ സംവാദം സാധ്യമാവുന്ന തരത്തിൽ പരസ്പരം വഴങ്ങുന്നതും ആരോഗ്യകരമായിരിക്കും എന്ന വളരെ ശരിയായ നിരീക്ഷണം അങ്ങ് നടത്തി. സർ, ഈ സഭയിൽ പലപ്പോഴും കാണുന്നത് എന്താണ്, പ്രതിപക്ഷ നേതാവ് സാധാരണഗതിയിൽ ആർക്കും വഴങ്ങാറില്ല. അത്തരമൊരു സന്ദർഭം വരികയും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വിമർശനം വന്നോട്ടെ, ഞങ്ങൾക്ക് ആക്ഷേപമില്ല, വസ്തുതാവിരുദ്ധമായിട്ടുള്ള അപ്പോൾ ഇടപെട്ട് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴാണ് മന്ത്രിമാർ എഴുന്നേൽക്കാറുള്ളത്. അത്തരം ഘട്ടങ്ങളിലൊന്നും പ്രതിപക്ഷ നേതാവ് വഴങ്ങില്ല എന്ന് മാത്രമല്ല, ഒരുതരം സമ്മർദ്ദം തന്ത്രം സഭയിൽ പ്രയോഗിക്കും. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല എന്ന മട്ടിൽ ആ സമ്മർദ്ദ തന്ത്രം പലപ്പോഴും ചെയറിന് നേരെയും പ്രയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനോട് അങ്ങേയറ്റത്തെ ആദരവാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ആ ആദരവ് നിഷേധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ ദുരുപയോഗിക്കുന്ന തരത്തിൽ അദ്ദേഹം പലപ്പോഴും പെരുമാറുന്നു എന്നത് ഖേദത്തോടു കൂടി പറയേണ്ടി വരികയാണ്. ഞാൻ അദ്ദേഹത്തോട് ഒട്ടും അനാദരവുണ്ടായതുകൊണ്ടോ എന്തെങ്കിലും പ്രയാസമുള്ളത് കൊണ്ടോ അല്ല. അപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് ഞങ്ങളെ ശക്തമായിട്ട് വിമർശിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അത് ഞാൻ ചുരുക്കുന്നു. ഇപ്പോൾ ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയെക്കുറിച്ച് ആരാണ് പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തത്? ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് നിരന്തരമായിട്ട് അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത്, ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് ആരാണ് സർ? ആരാണ് സർ? സർ, അപ്പോൾ അങ്ങ് ഇന്നലെ പറഞ്ഞത് ആണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ജനാധിപത്യപരവും ആരോഗ്യകരവുമായിട്ടുള്ള ഒരു സംവാദത്തിൻ്റെ അന്തരീക്ഷം സഭയിൽ ഉണ്ടാക്കാൻ ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. പരിഹാസം, പുച്ഛം, ധാർഷ്ട്യം ഇതൊക്കെ അദ്ദേഹവും ഒന്ന് സ്വയം വിലയിരുത്തുന്നതും തിരുത്തുന്നതും നല്ലതാണ്. തിരുത്തുന്നത് എല്ലാവർക്കും ഗുണമാണല്ലോ സർ. അദ്ദേഹവും അത് തയ്യാറാവേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അദ്ദേഹം ഇരിക്കെ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വളരെ ഹെൽത്തി ഡിബേറ്റ്സും വളരെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും ഈ സഭക്കകത്ത് അത്തരം രീതി ഉണ്ടാവാറില്ല. പരസ്പരം ഒരു ഗിവ് ആൻഡ് ടേക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടത്. പക്ഷേ ചില ഘട്ടങ്ങളിൽ അത്തരം ഉണ്ടാവാറില്ല. അത് ഭാവിയിലെങ്കിലും തിരുത്താനും നമ്മുടെ ഹൗസിന് അന്തസ്സ് ഉയർത്തത്തക്ക നിലയിൽ രണ്ട് പക്ഷവും പെരുമാറണമെന്ന് ഒരിക്കൽ കൂടി ചെയർ പറയാൻ അവർ ആഗ്രഹിക്കുകയാണ്. ഓർഡർ പാർലമെൻ്ററി മിനിസ്റ്റർ പറഞ്ഞല്ലോ, ഇങ്ങനെ എല്ലാ ആളുകളും സംസാരിക്കേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് നേരെ വിരൽ ചൂണ്ടി വളരെ ധിക്കാരിയാണ് ഞാൻ എന്നുള്ള പ്രസ്താവന ഇവിടെ നടത്തി. അതിൽ പ്രതിഷേധിക്കുന്നു.